യെസ് ഷഫീദ്, ഇപ്പോൾ കൊടിമര നിർമ്മാണത്തിലുള്ള അന്വേഷണം അതിനുകൂടി കോടതിയുടെ അനുമതി എന്നുള്ള വാർത്ത കൂടി ഇപ്പോൾ വരുന്നുണ്ട്. വിഷ്ണു അത് അറിയിക്കുന്നുണ്ട്, ഹൈക്കോടതിയുടെ നിർദ്ദേശം. ഷഫീദ്. ഉന്മേഷ, വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ കോടതി കടന്നിരിക്കുന്നു. അതായത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസന്വേഷണത്തിന്റെ ഭാഗമായി കൊടിമര പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട അന്വേഷണവും വരുന്നു എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് UDF-നെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മാത്രവുമല്ല, അത് ഏത് തരത്തിലേക്കുള്ള അന്വേഷണം, പ്രത്യേക കേസെടുത്തിട്ടുള്ള അന്വേഷണം എന്ന രീതിയിലേക്ക് വന്നാൽ ആ വിഷയത്തിൽ വിശദമായിട്ടുള്ള അന്വേഷണം അത് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന്, SITയുടെ ഭാഗത്ത് നിന്നുണ്ടാകും. അങ്ങനെയാണെങ്കിൽ അജയ് തറയിൽ അടക്കമുള്ള ആളുകളെ മൊഴിയെടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും, അവരുടെ ചോദ്യം ചെയ്യലിലേക്ക് കാര്യങ്ങൾ പോകും. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട ദേവപ്രശ്നം അടക്കമുള്ള കാര്യങ്ങളിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വന്നതാണ്. തന്ത്രവിധി പ്രകാരമാണ് അതിന് അനുമതി. ഒരു നിമിഷം ഷഫീദിലേക്ക് എത്താം. ഒരു ചെറിയ ശബ്ദ പ്രശ്നമുള്ളത് കൊണ്ടാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നത്, കൊടിമര പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കട്ടെ എന്ന് ഹൈക്കോടതി നിലപാടെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അത് പ്രധാനപ്പെട്ട ഒരു വാർത്തയായി ഹൈക്കോടതിയിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. കോടതി ഇടക്കാല ഉത്തരവ് പറയുകയാണ്. അതിൽ ഇത്തരം പരാമർശങ്ങൾ കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ആ ഉത്തരവിന്റെ മുഴുവൻ വിവരങ്ങളും അല്പസമയം കഴിയുമ്പോഴാണ് വ്യക്തമാവുകയുള്ളൂ. ഷഫീദ് തുടരാം. ഉന്മേഷം, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ കോടതി ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിലൊന്നാമത്തെ കാര്യമാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഈ കട്ടിളപ്പടിയുടെ അടക്കം സാമ്പിളുകൾ വീണ്ടും ശേഖരിച്ച് പരിശോധിക്കാനുള്ള നീക്കം, അതൊരു മറ്റൊരു ലാബിൽ പരിശോധിക്കാനുള്ള നീക്കത്തിന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതിലൊന്നാമത്തേത് ഭാഭ ആറ്റോമിക് റിസർച്ച് സെന്ററിലേക്ക് SIT സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയക്കും. അത് പ്രധാനമായും നോക്കുന്നത് 1998 UB ഗ്രൂപ്പ് സ്വർണം പൊതിഞ്ഞ ഘട്ടത്തിൽ മെർക്കുറി അംശം അത് BSSCയിൽ ചില സംശയങ്ങൾക്കിടയാക്കിയിരുന്നു. അക്കാര്യത്തിൽ കൂടുതൽ സ്ഥിരീകരണത്തിന് വേണ്ടിയിട്ടാണ് ആ രീതിയിലുള്ള നീക്കം. രണ്ടാമത്തേത് കൊടിമര പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. കൊടിമര പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് ഇതിനോടകം തന്നെ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ കാര്യമായി പോയതാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള അല്ലെങ്കിൽ ദ്വാരപാലക പീഠങ്ങളിലെ പാളികൾ, അതേപോലെ തന്നെ കട്ടിളപ്പാളിയിലെ പാളികൾ സംബന്ധിച്ച് അത് പുറത്തേക്ക് കൊണ്ടുപോയ കേസന്വേഷണത്തിൽ തുടങ്ങിയതാണ്. അതിനുശേഷമാണ് ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട് മുഴുവൻ വിഷയങ്ങളിലും അന്വേഷണം നടത്തണമെന്ന വളരെ സുപ്രധാനമായിട്ടുള്ള നിർദ്ദേശം നൽകിയത്. ആ നിർദ്ദേശത്തിന് പിന്നാലെയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ പുറത്തേക്ക് വന്നത്. ഏതായാലും ഈ വിഷയത്തിൽ ഇന്നിപ്പോൾ ശബരിമലയിലെ കൊടിമര പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് 2017 കൊടിമര പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും അന്വേഷണം നടത്തണം എന്നുള്ളൊരു നിർദ്ദേശം ഇപ്പോൾ വന്നിരിക്കുന്നത് സുപ്രധാനമാണ്. അത് നടപ്പാക്കിയ ബോർഡംഗങ്ങളിലേക്കടക്കം SITയുടെ അന്വേഷണം വ്യാപിപ്പിക്കുകയും ചെയ്യും. പ്രധാനപ്പെട്ട ഒരു വിവരമാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് വരുന്നത്. കൊടിമര പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടും അന്വേഷണം നടക്കട്ടെ എന്ന ഹൈക്കോടതി ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. ഇടക്കാല റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അതിൽ ഈ പരാമർശങ്ങൾ ഉൾപ്പെടെ ഉണ്ടാകും. നേരത്തെ SIT റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു, ഇടക്കാല റിപ്പോർട്ട്. അതുകൂടി പരിഗണിച്ചാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പുതിയ നിർദ്ദേശങ്ങൾ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. സ്വർണ്ണപ്പാളികളുടെ പുനഃപരിശോധന അത് വീണ്ടും പരിശോധിക്കാനുള്ള അനുമതി കൂടി ഹൈക്കോടതി നൽകുന്നുണ്ട്. VSSCയിലാണ് നേരത്തെ പരിശോധന നടത്തിയത്. പക്ഷേ ആ പരിശോധനയിൽ ചില കാര്യങ്ങളിൽ വ്യക്തത വന്നിട്ടില്ല. അതുകൊണ്ട് ഇനി മറ്റൊരിടത്ത് പരിശോധന നടക്കട്ടെ എന്നുള്ളതാണ് കോടതിയുടെ വരുന്ന നിർദ്ദേശം. ഇപ്പോൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.